നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഭർത്താവിന്റെ കാര്യങ്ങൾ അറിയണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. ആളെ വിളിച്ച് സംസാരിക്കാം. ഹലോ. ഹലോ, നമസ്കാരം. ഹലോ, കേൾക്കുന്നുണ്ടോ? തിരക്കാണോ? അല്ല, പറഞ്ഞോളൂ. ഇത് ഹരി പത്മനാഭരം എന്ന് പറഞ്ഞൊരാളാ. കുറച്ച് പറഞ്ഞുകൂടി. അയ്യോ സാർ, ഒട്ടും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ടായിരുന്നു. കുഴപ്പമില്ല. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറഞ്ഞേ. ഡേറ്റ് ഓഫ് ബർത്ത് ചേട്ടന്റെ വന്നത് 1975 4th ജൂലൈ 1975. സമയം 8:30 വൈകിട്ട് 8:30 രാത്രി 8:30. ഭരണി നക്ഷത്രം വെള്ളിയാഴ്ച ദിവസം ഇതിന് 20-ാം തീയതി. ഹസ്ബൻഡിനെ സംബന്ധിച്ച് ഇപ്പോൾ വരുമാന കാര്യത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ജോലിയിലൊക്കെ കുറച്ച് ടെൻഷൻസോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആളുകളിൽ നിന്നൊക്കെ വൈഷമ്യങ്ങളോ ഒക്കെ ഉണ്ടാവാം. 2024 മാർച്ച് മാസം 11-ാം തീയതി കുറേ കാലമായിട്ടുണ്ടായിരുന്ന രാഹുർദശ വിട്ടുമാറി വ്യാഴദശ ഏൽക്കുന്ന ഒരു സന്ധി സമയമാണ്. വാഹനമൊക്കെ ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചോളാൻ പറയണം. ജോലിയിലൊന്ന് ശ്രദ്ധിച്ചോളാൻ പറയണം. വരവിനേക്കാൾ ചെലവുകളൊക്കെ അധികരിക്കുന്നതിനൊക്കെ സാധ്യത ഭയങ്കര കൂടിയ സമയമാണ്. സാർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ജോലി നഷ്ടപ്പെട്ട് ഇപ്പോഴത്തെ സമയം അങ്ങനെയാണ്. അത് ശരിയാകാനുള്ള അത് കുറച്ച് സമയം എടുക്കും. അടുത്ത വർഷമാണ് കുറച്ചുകൂടി നല്ല. പുറത്തായിരുന്നോ? പുറത്തായിരുന്നു. ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞ് ഞങ്ങളിപ്പോ ജോലി വീട്ടിൽ. ഇപ്പൊ ശ്രമിച്ചോളാൻ പറ. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പീരീഡ് ആയിരുന്നു. അതിപ്പോ ഒന്ന് മാറുന്നുണ്ടെങ്കിലും 2024 മാർച്ച് മുതലാണ് കൂടുതൽ അനുയോജ്യം. എന്ന് വെച്ചാൽ അന്ന് വരെ പോകണ്ടെന്നല്ല പറഞ്ഞത്. ഇപ്പൊ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നത് നല്ലതാ. അങ്ങനെ നോക്കിക്കോളാൻ പറ. പക്ഷെ നല്ല തടസ്സമായിരിക്കും. വെറുതെ നടക്കേണ്ടത് പോലും ഡിലേ വന്ന് പോകും. കയ്യിൽ വരെ കൊണ്ടുവച്ചിട്ട് ധാറടി എന്നൊക്കെ പറഞ്ഞ് മാറിപ്പോകും. ഇങ്ങനെ വരുമ്പോ ഉണ്ടല്ലോ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് അങ്ങ് ഭയങ്കര ടെൻഷൻ ആവും. ഇനി എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലയോ, ചെയ്യാൻ പറ്റത്തില്ലയോ എന്ന്. പക്ഷെ അത് മാറാൻ പറയണം. വളരെ മോശമായിട്ടുള്ള ശരിക്കും ഒരു 2 വർഷം നല്ലോണം സ്ട്രഗിൾ ചെയ്യേണ്ടുന്ന ഒരു പീരീഡാണ് കടന്നുപോയത്. അതിപ്പോൾ ഒന്ന് മാറാൻ വേണ്ടി പോവാണ്. പോസിറ്റീവായിട്ടിരിക്കാൻ പറ. പഴയതുപോലെ തന്നെ തിരിച്ചു വരും എന്ന് പറയുക. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇത്തിരി ദേഷ്യമൊക്കെ വരും ഇങ്ങനെ ആവുമ്പോഴേ. അതൊന്നും കുഴപ്പമില്ല. ഇങ്ങനെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടൊന്നും നടക്കാത്തതിന്റെ അതുകൊണ്ടൊക്കെ കൂടെയാണ് കേട്ടോ. നല്ല പോസ്റ്റിലുള്ള നല്ല ജോലിയായിരുന്നു. പെട്ടെന്ന് കഴിഞ്ഞ വർഷം ജൂലൈ ആയപ്പോഴത്തേക്ക് ജോലി നഷ്ടപ്പെട്ടു. പിന്നെ നോക്കുമ്പോഴൊക്കെ ജോലി ശരിയായി കൈ വരെ കിട്ടും. പക്ഷെ നമ്മുടെ കയ്യിലേക്ക് ഓഫർ ലെറ്റർ മാത്രം കിട്ടുന്നില്ല. അങ്ങനെ ഒത്തിരി ഇപ്പം 3-4 ജോലി ഇപ്പൊ അങ്ങനെ തന്നെ പോയി കഴിഞ്ഞു. ശരി, അങ്ങനത്തെ സമയമായിരുന്നു. ധൈര്യമായിട്ടിരിക്കൂ. 2024 കൂടുതൽ അനുയോജ്യമായ സമയം. പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ ഒരിക്കലും പഴയ പാക്കേജ് ചിന്തിച്ചിരിക്കരുത്. പഴയ രീതിയിലുള്ള സാലറിയോ പഴയ രീതിയിലുള്ള ഫെസിലിറ്റീസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. ആദ്യം കിട്ടുന്ന ഒരെണ്ണം ഏറ്റെടുക്കുക. ഓക്കെ, എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് കൂടുതൽ ഉയരാൻ ശ്രമിക്കുക. അതാണ് നല്ലതെന്ന് അദ്ദേഹത്തോട് പറയണം. ഇപ്പൊ ഞങ്ങൾ അങ്ങനെയായി സാർ. ഞങ്ങള് ഫാമിലി ആയിട്ട് ഫുൾ അവിടെ ആയിരുന്നു ഞങ്ങള്. എന്നിട്ട് ഇത്ര വലിയ ഇത് എത്തിയിട്ട് ഞങ്ങളിങ്ങ് പോകുന്നത്. ഇപ്പൊ എല്ലാം ഞങ്ങളിപ്പം ആദ്യം പോലും എല്ലാം കടത്തിന്റെ മേലെ കട. മനസ്സിലായി. എനിക്കെല്ലാം പിടികിട്ടി. വല്ലാത്ത മോശം പീരീഡ് ആയിരുന്നു. പക്ഷെ മാറുകയാണ് കുഞ്ഞെ. ധൈര്യമായിട്ട് ആശങ്കയൊന്നും വേണ്ട. കൂളായിട്ടിരിക്കെ കേട്ടോ. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ നോക്ക്. ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, പെട്ടെന്ന് ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു. 1983 നവംബർ 12. സമയം വൈകിട്ട് 5:30. എവിടെ ജനിച്ചേ? വൈക്കം. അവിട്ടം. തിരുവോണം. 1983 ആണോ? 83. നവംബർ 12 ആണോ? നവംബർ 12. ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. 1983 തന്നെ ആണോ? 1983. എന്റെ ജാതകം എഴുതിച്ചിട്ടുണ്ട്. നവംബർ 12 നവംബർ 1983 നവംബർ 12. ജാതകം ഇപ്പൊ അവിടെ ഇരിപ്പുണ്ടോ? വീട്ടിലുണ്ട്. സമയം 5:30 PM ആണോ? സാർ, എനിക്ക് സമയത്തിന്റെ ഒരു അപ്പൊ AM ആയിരിക്കും. എന്നാ സാർ, എനിക്ക് അങ്ങനെ എഴുതിയേക്കണം. അല്ല, അവിടെ ഇരിപ്പുണ്ടോ ജാതകം? വീട്ടിലുണ്ട്. ഞാൻ സാർ ഇപ്പൊ വീട്ടിലല്ല. ഞാനിപ്പോ കോളേജില് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അയ്യോ, ആണോ? അപ്പം എന്ന് രാവിലെ ആണെങ്കിലേ തിരുവോണം വരുള്ളൂ കേട്ടോ. രാവിലെ ആയിരിക്കും. വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോ അവിട്ടം തുടങ്ങും. എനിക്ക് രാവിലെ ആയിരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി എഴുതി വെച്ച് അച്ഛനൊക്കെ ഭയങ്കരമായിട്ട് നോക്കുന്ന. നിങ്ങൾക്ക് നല്ല മോശം പീരീഡ് ആയിരുന്നു. ഇപ്പൊ മാറുകയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അത്ര അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരുന്നില്ല. വല്ലാത്ത പ്രതിസന്ധികൾ നിറഞ്ഞ സമയമായിരുന്നു. അതിനിപ്പോൾ ഒരു മാറ്റം ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ്. ധൈര്യമായിട്ടിരിക്കെ. മനസ്സുകൊണ്ട് പതറരുത് കേട്ടോ.
ഇല്ല ഇല്ല സ്ട്രോങ് ആകുക. ആകെ ആകെ ടെൻഷൻ. ഇപ്പൊ ചേട്ടൻ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കുട്ടി, ഞാനല്ലേ ഇതല്ല ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞത്. ആ സാർ അപ്പൊ ധൈര്യമായിട്ടിരിക്കുക. ഇന്ന് മോനെ നെഗറ്റീവ് ആവരുത്. പുള്ളിക്കാരെ ഇത്തിരി ദേഷ്യപ്പെട്ടാലും കൂളായിട്ടിരിക്കുക, സിറ്റുവേഷനെ കൂളാക്കുക. തീർച്ചയായിട്ടും പഴയ രീതിയിലേക്ക് തിരിച്ചു വരും. ധൈര്യമായിട്ടിരിക്കുക. ചേട്ടൻ ഒന്നിപ്പോ പുറത്തു പോകാൻ വേണ്ടി വിസിറ്റിംഗ് അത് നോക്കിക്കോളാം, ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ നമുക്ക് പൂർണ്ണമായി നല്ലത് എന്ന് പറയുന്നത് മാർച്ചിന് ശേഷമാണ്. പക്ഷെ ഇപ്പൊ പോകുന്നത് കൊണ്ട് തെറ്റില്ല. ചെറിയ ജോലി ആയാലും കിട്ടുന്നത് എടുക്കാൻ അദ്ദേഹത്തോട് പറയണം. ഇല്ലെങ്കിൽ ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഇല്ലല്ലോ, സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇല്ലില്ല ഹസ്ബൻഡ് ഇപ്പൊ ഇല്ല. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സാർ. ഭയങ്കര സന്തോഷമായി വിളിച്ചത്. ഞാൻ സാറിനെ ഒന്ന് കണ്ടാലോ, ഞങ്ങൾ തിരുവല്ലയിലെ വീട്, അവിടെ വീട്ടിൽ വന്ന് കണ്ടാലോ എന്ന് വരെ വിചാരിച്ച് ഞാൻ നമ്പർ വരെ എടുത്തു വെച്ചേക്കുമായിരുന്നു. ശരി ശരി ശരി. അപ്പൊ എന്തായാലും ഇതൊന്ന് പറയാ, വിഷമിക്കണ്ടെന്ന് പറയാ. ഒരിക്കൽ അദ്ദേഹത്തോട് സംസാരിക്കാം കേട്ടോ. വെച്ചേക്കട്ടെ. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല, പിൻകോഡ് 682021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.